ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വ്യത്യസ്ത രീതിയിൽ ആർക്കും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോണത്. ശുചിക്കുട്ട ഉള്ളിയിട്, 1 കിലോ ബിരിയാണി, അതിനുള്ള ഉള്ളിയിട്. ഇതാ 450 ഗ്രാം ഉള്ളിയാണ് ചെറുതായിട്ട് മുറിച്ചത്. ശുചിക്കുട്ട 1 ഗ്രാം പട്ട, കറാമ്പു, ഏലക്കായി, 200 ml ഓയിൽ. ഇനി തീ കത്തിക്കുക. എപ്പോഴും നമ്മൾ തീ കത്തി ചൂടായ ശേഷമാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത് നേരെ മറിച്ചിട്ടാണ് എളുപ്പ വഴി. ഇതാണ് ഇനി തീ കത്തിക്കുക, അതാ പരിപാടി. ഇങ്ങനെ പിടിച്ച ഉള്ളി ഗോൾഡൻ നിറം ആകുമ്പോഴേക്കും നമുക്ക് അടുത്തിടേണ്ട സാധനങ്ങൾ പാകം ചെയ്ത് വെക്കാം. തക്കാളി ഇട്. 350 ഗ്രാം തക്കാളിയാണ്. തക്കാളി ചെറുതായി മുറിച്ചത് 350 ഗ്രാം. അത് കഴിഞ്ഞ് 200 തൈര് ഒഴിച്ച് കൂട്ട, 200 മില്ലി തൈര് ഒഴിച്ച്. നന്നായി അരച്ച വെളുത്തുള്ളി 75 ഗ്രാം, 50 തൊട്ട് 75 ഗ്രാം വരെ ഉപയോഗിക്കാം. പേസ്റ്റ് 100 ഗ്രാം ഇഞ്ചി പേസ്റ്റ്. 100 ഗ്രാം പറഞ്ഞാൽ ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് നീളത്തിൽ വരും. ഇതൊക്കെ 1 കിലോനിക്കുള്ള പാകമാണ്. 10 ഗ്രാം മുളക്, 10 ഗ്രാം പറഞ്ഞാൽ 3 മുളക്, പച്ചമുളക്. 40 ഗ്രാം ഉപ്പ്. ഉപ്പിട് 40 ഗ്രാം. ഇനി തൈലിക്ക് പാകമാകുമ്പോൾ തൈൽ ഒഴിച്ചു വിടാം, അത്ര തന്നെ. ഗോൾഡൻ നിറമായി ഉള്ളിയൊക്കെ നന്നായി ചോന്നു. ഉള്ളിയും ഇതിൽ പിടിക്കും ശ്രീക്കുട്ട നേരെ. ഇനി ഇതൊരു 10 ഗ്രാം ഉണക്കമുളക് ഉണ്ട്. ശ്രീക്കുട്ട ഇളക്ക്. അതിൻ്റെ കൂടെ തന്നെ 1 പിടി മല്ലിയലിയും ഇളക്ക് ശ്രീക്കുട്ട. 1 പിടി പുതിനലി, കരിയാൻ പറ്റില്ല. ശ്രീക്കുട്ട ഒന്ന് ഇതിൻ്റെ എണ്ണയിൽ കടന്നിട്ട് മുളകിൻ്റെ കളറ് വരണം, അത്ര തന്നെ. കയ്യോടെ ഇത് കൊട്ടുക. ഇതിട് ഒഴുക്കി. ഈ ഇളക്കി വെച്ചതിനെ നമുക്ക് കയ്യോടെ ഇത് ചേർത്തി ഇളക്കി ശരിക്കൂട്ട. പിന്നെ മെച്ചോട് പണി കഴിഞ്ഞു. ഇത് ഏകദേശം ഒന്ന് ഇളക്കിയാൽ മതി. ഇളക്കിക്കഴിഞ്ഞ് നമുക്ക് 1 കിലോ അരിക്ക് 800 മില്ലി വെള്ളം, 800 മില്ലിയാണ് വെള്ളം ഒഴിക്കുന്നത്. ആ വെള്ളം ഒഴിക്കും. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് തിളച്ചിട്ടുണ്ട്. ശ്രീകുട്ടികൾക്ക് തിളച്ചിട്ടുണ്ട്. 1 കിലോനിക്ക് 800 മില്ലി വെള്ളമാണ് ചേർക്കുന്നത്. നമുക്കിവിടെ ചേർക്കാം. ശ്രീകുട്ട ചേർക്ക്. ഒഴിച്ചോ, അതിൽ ചേർത്തിക്കും. അപ്പോൾ ഇത് ആദ്യം വെള്ളം ഒഴിച്ച ഉടനെ ആദ്യം നന്നായിട്ടൊന്ന് തീ കത്തിച്ച് തിളപ്പിക്കുക. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ 30 മിനിറ്റോ 40 മിനിറ്റ് നേരമോ സ്ലോവിൽ വെക്കണം. ചെറിയ തീയിൽ വേകാൻ വയ്ക്കുക ഇതിനെ. അപ്പോൾ തിളച്ചു. ശുചിക്കുട്ട അത് മൂടി വയ്ക്കുക. 40 മിനിറ്റിന് സ്ലോവിൽ വേകണം. ഞാൻ തീ കുറയ്ക്കാം. ഇതാ നമ്മൾ ബസ്മതി അരി കഴുകിയിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട്. ചെറിയ അരിയിലും ഉണ്ടാക്കാം, അതും കുതിരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നത്. കുതിരാൻ എന്തിനാണ് വെക്കുന്നത് പറഞ്ഞാൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടാനും പിന്നെ 2-3 ദിവസം കഴുകിയെടുക്കുന്നതിനാ പറഞ്ഞാൽ ഇതിലുള്ള പസകളുണ്ടാവും, ഒട്ടൽ, അതൊക്കെ പുകാനും വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ച് വാരിയെടുത്ത ശേഷം വെക്കുന്നത്. അതാകുമ്പോൾ അധികം ഒട്ടലൊന്നും ഉണ്ടായില്ല, ചോറ് ഒട്ടി നിൽക്കില്ല, വേറെ വിട്ട് നിൽക്കും, നന്നായി പാകത്തിന് കിട്ടും. അപ്പോൾ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ 35 ഗ്രാം ഉപ്പാണ് ഇടുന്നത്. വെള്ളം തിളച്ച ശേഷം നമുക്ക് അരി ഇടാം. അരമണിക്കൂർ കുതിരാൻ വെച്ച അരിനെ നമുക്ക് ഊറ്റിയെടുക്കാം. ഇത് കഴുകി വെച്ചാണ്. ശരിക്കൊട്ട് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൽ ഒഴിക്കാം. കൈ കൊണ്ട് വാരിയിട്ടോ, അരി വാരിയിട്ട് ശരിക്കൊട്ടാ. മതി. വിളക്ക് ശരിക്കുട്ടാ. വെന്താ നോക്ക്. വെന്തിട്ടില്ല, 3/4 ഭാഗണം. വെന്തിട്ടില്ല ആട്ടെ ശരിക്കുട്ടാ, വെന്തിട്ടില്ല. അത് 40 മിനിറ്റായി. ഇതാ ശരിക്കുട്ട ഇളക്കുന്ന. ഇതാ അത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ തീ കൂട്ടുണ്ട്, എന്നിട്ടാണ് ഇറച്ചി ഇടുക. തീ കൂട്ടിയിട്ട് ശരിക്കുട്ട ചിക്കൻ ഇട്. ഇതവിടെ വെച്ചാൽ ചെറുക്കാണ്ടിരിക്കാനാണ് ഇത് വെക്കുന്നത്. ഈ ശരിക്കുട്ടി പിടിച്ചിട്ടിട്ടാണ് ചിക്കൻ വെച്ച്. ഇനി ഇളക്ക് ശരിക്കുട്ട. ഇളക്കുന്നു, ഇളക്കുന്നു. നന്നായി ഇളക്കി ശരിക്കുട്ട. ഇത് ചെറിയ തീയിൽ ഒന്നിങ്ങനെ വന്നാൽ മതി, അത്ര തന്നെ. വേവൊന്നും വേണ്ട, ഒരു ചെറിയ തീയിൽ വെക്കുക. വേകേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയ തീയിൽ വെക്കുക. അപ്പോൾ ബസ്മതി അരി 3/4 വേവായിട്ടുണ്ട്. നമുക്കത് ഊറ്റിയെടുക്കാം. ജീരകസാര അരിയാണെങ്കിൽ അങ്ങനെ ഏകദേശമായി കഴിഞ്ഞാൽ ഊറ്റിയെടുക്കുക. അങ്ങനെയാണ്. ശരിക്കുട്ടി ഇതെടുത്തിട്ട് ഇവിടെ വെക്കി. അപ്പോൾ ചിക്കൻ വിളമ്പ് ചിക്കനാണെങ്കിൽ നമുക്ക് വേകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഇത്തിരി മൂത്ത ചിക്കനാണ്, അപ്പോൾ ചെറുതായിട്ടൊന്ന് വേകണം. വിളമ്പാണെങ്കിൽ ഇത് അപ്പം തന്നെ ഇടാം.
ബിരിയാണി മസാലപ്പൊടി 1 സ്പൂൺ ഇതാ, ഇത്രയും ഉണ്ടുള്ളതാ. നാരങ്ങ നീര്, 1 നാരങ്ങൻ്റെ നീര്. ഇത് വെറുതെ ഞാൻ കുറച്ച് ക്യാരറ്റ് ഇടുകയാണ്. ചീക്കുട്ടികൾക്ക് ചീക്കുട്ട ഇട്, മെല്ലെ ഇട്. അങ്ങനെ ഒന്ന് ഇടയിലൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ചീക്കുട്ട നോക്കുതാ, ഇതാ ഇത് നോക്കുമ്പോ ഇതാ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത്ര തന്നെ. മതി. സിജു അല്ലെങ്കിൽ കൂടുതൽ ഒഴിക്കും. 20 മിനിറ്റ് ദമ്മ്. അപ്പോൾ സ്ലോവിൽ 20 മിനിറ്റ് അത്ര തന്നെ. ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണി. സിജുക്കുട്ട ബാ, 20 മിനിറ്റ് ആയി. നമുക്ക് തുറക്ക്. എന്തായി നോക്ക്, അവിടെ വെക്ക്. നന്നായി ആയിട്ടുണ്ട് സിജുക്കുട്ട. നോക്കുക. മാമ നോക്കട്ടെ. അതാ ഇതുണ്ടതാ, ചോറൊക്കെ നല്ല ഉഷാറായിട്ട് ഇതാ വന്ന് കഴിച്ചിട്ടുണ്ട്. ഇതാ ഉഷാറായി വന്നിട്ടുണ്ട് ചോറൊക്കെ. ഇതാ ശരിക്കുട്ട എടുക്കുക നമുക്ക്. ഇതാ ബിരിയാണിയൊക്കെ സൂപ്പറായിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോന്നിട്ട് ഇങ്ങനെ താളിച്ചിട്ട് ഓരോരോ സ്റ്റെപ്പായിട്ട് ഇടണമെന്നില്ല. 2-3 സ്റ്റെപ്പിൽ പിടുത്തം പെടും. ഇപ്പോൾ വെള്ളം നമ്മൾ അരി വേവിക്കാതെ എടുത്തിട്ട് തന്നെ ഇതിലിടുകയും ചെയ്യാം. നേരിട്ടിടണമെങ്കിൽ നേരിട്ടിടുക. അതിന് 1-1.5 വെള്ളം ചേർക്കണം തന്നെ ഉള്ളൂ. നമ്മളിത് സെപ്പറേറ്റായി ചേർത്തിയത് മാത്രം. തിളപ്പിച്ചെടുത്ത ശേഷം ചേർത്തി. സൂപ്പറായിട്ടുണ്ട്. നന്നായി നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല രസമുണ്ട് ശരിക്കുട്ട. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ബിരിയാണി സൂപ്പറായിട്ടുണ്ട്. അധികം മസാലക്കുത്തൊന്നുമില്ല. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ബിരിയാണിയെ കഴിക്കുമ്പോൾ ചിലപ്പം ഒരു വെള്ളം ഇതാകും, നല്ല മസാലക്കുത്തൊക്കെ ഉണ്ടാവും. ഇതൊന്നുമില്ല. എല്ലാം നോർമലായിട്ട് എല്ലാം കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേമാതിരി ഒന്ന് വീട്ടിൽ ഒരു 1/2 കിലോനോ 1 കിലോനൊക്കെ ഉണ്ടാക്കുക. 1 കിലോൻ്റെ അളവൊക്കെ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുപ്രകാരം ചെയ്യുക. നന്നായിരിക്കും. നമ്മൾ ഓരോരോ പ്രാവശ്യം ഇട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ചേർത്തി ഒന്നായി ഇട്ടാലും ബിരിയാണി സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മറ്റേത് നമ്മൾ കരിഞ്ഞു പോയി അടുത്ത് ആൾ നിന്നില്ല എന്നുള്ള പ്രശ്നമൊക്കെ വരുന്നത്. അതൊന്നുമില്ല. എല്ലാം 2-3 സ്റ്റെപ്പായിട്ട് ഓരോ സാധനങ്ങൾ റെഡിയാക്കി വയ്ക്കുക. എൻ്റെ ഒറ്റക്കൂട്ട്.